ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിലെ ആദ്യത്തെ ഒരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനുണ്ട്, മിസ്റ്റർ നിഷാദുണ്ട് കൂടെ. ആദ്യമായിട്ടുള്ളൊരു വ്ളോഗായതുകൊണ്ട് തന്നെ പല തെറ്റുകുറ്റങ്ങളും ഉണ്ടാവില്ല, അത് ക്ഷമിക്കുക. പിന്നെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാളും ഇന്നിപ്പോൾ ഇൻഷാ അല്ലാഹ് അസർബൈജാൻ ബാക്കുവിലേക്ക് പുറപ്പെടാണ്. ഇപ്പോൾ ഉള്ളത് അബുദാബി എയർപോർട്ടിലാണ്. അബുദാബി എയർപോർട്ട് ടെർമിനൽ 1-ലാണ്. ഇപ്പോൾ സമയം ഏകദേശം 3 മണി കഴിഞ്ഞ് 15 മിനിറ്റായി. രാവിലെ 7 മണിക്കാണ് ഫ്ലൈറ്റ്. മാത്രമല്ല മറ്റേ ഇയാളുണ്ടല്ലോ, സന്തോഷ് പറയണ പോലെ അങ്ങനൊന്നും ചെയ്യണ്ട. അൽഹംദുലില്ലാഹ് ഞങ്ങളിപ്പോൾ ഇൻഷാ അല്ലാഹ് രാവിലെ 7 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നേരത്തെ തന്നെ എത്തി. ദുബായിൽ ഞങ്ങൾ റൂമിൽ നിന്ന് ഏകദേശം ഒരു 10:30 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു ഫീൽഡ് കയറുന്നതുകൊണ്ട് നിഷാദ് യൂട്യൂബ് പോയിക്കട്ടെ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഷാദ് പറയാം, എടാ ചിരിക്കല് ഇത് യൂട്യൂബിലിടാനുള്ളതാണ്, നമ്മൾ വ്ളോഗിങ് പഠിക്കുകയാണ് നമ്മൾ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല, ജയിക്ക് നോക്കാം, ജിദ്ദിക്ക് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിസയറിനാണ് പോകുന്നത്. ഇതിൽ 2 ഉദ്ദേശമുണ്ട്. ഒന്നൊരു അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ബാക്കുവിലെത്തിയിട്ട് ഒരു 3 ദിവസത്തെ ട്രിപ്പാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ എത്തിയിട്ട് ഇൻഷാ അല്ലാഹ് 4 ദിവസത്തെ ട്രിപ്പ്, 3 ഡേ, മൊത്തം 5 ദിവസം ട്രാവൽ എടുക്കുക, 5 ദിവസം 4 ദിവസത്തെ ട്രിപ്പ് ഇൻഷാ അല്ലാഹ്. അവിടെ എത്തിയിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അടുത്ത വ്യൂസും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. വേറെ ഒന്നുണ്ട് കേട്ടോ, ഇവിടെ ഫുള്ള് ശിശിരകാലമായതുകൊണ്ടേ ഫുള്ള് ഇലകളും കൊഴിഞ്ഞേക്കണ്. ഒരു പച്ചപ്പ് ഫീൽ ചെയ്യുന്നില്ല. പാർക്കുണ്ട്, എന്താ പച്ചപ്പ് ഉണ്ടാകുമ്പോൾ മഞ്ഞുണ്ടാവില്ല, മഞ്ഞുണ്ടാകുമ്പോൾ പച്ചപ്പ് ഉണ്ടാവില്ല. ഇതിപ്പോൾ മഞ്ഞുമില്ല പച്ചപ്പും ഇല്ല. മഞ്ഞുണ്ടാവും എന്നാണ് പറഞ്ഞത്. മഞ്ഞ് അതവിടെ കിടക്കണുണ്ടോ, കുറച്ച് ഐസ് ഞങ്ങൾ വരുന്നുണ്ടായിരുന്നു. കുറച്ച് കൂടുതൽ ഫ്രിഡ്ജിൽ നിന്ന് കൊടുന്നാൽ ഇട്ടതാ തോന്നുന്നുണ്ട്, എന്താ അറിയില്ല. ഓക്കെ, ഷാദ് അങ്ങനല്ല എറിയാൻ കഴിയില്ല, ബൂമറാക്കാനെല്ലാറുണ്ട്.
ഫുൾ ഐസാണ്. കൈ ഇറക്കുന്നുണ്ട് മോനെ. അമീനടുത്ത വണ്ടി കേട്ടുണ്ട്. എന്താ ഹലോ, കൂബയിലുള്ള എന്ത് മക്കാര റിസോർട്ടിലാണ്. തൊട്ടടുത്തുള്ള ഒരു ലൈക്കാണത്. മക്കാര ഫുൾ ഐസാണ് കേട്ടോ. ലേക്ക് മൊത്തം ഐസായി കിടക്കുകയാണ്. ഒരു രക്ഷയില്ല. അടിപൊളി വൈബ്, വേറെ ലെവൽ. നിഷാദ് കണ്ടോ? എൻജോയ് ആണ്, എൻജോയ്. ഇതാ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കണം. അവിടെ കുറേ ഐസ് കാണുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ ഇതുവരെ കാശ്മീരൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെയെല്ലാം വന്നതൊക്കെ കാണാൻ പറ്റുമല്ലോ. അൽഹംദുലില്ലാ. പഠിച്ചോനെ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടെന്ന് അറിയാം. ഇതൊക്കെ ഒന്ന് വന്ന് കാണണം മക്കളെ, വേറെ ലെവല്. ഇത് കണ്ടോ, ഒരു തടാകം മൊത്തം ഐസായി കിടക്കാണ്. ഐസാണ്, ഐസ്. വെള്ളം കണ്ടോ ഉറഞ്ഞിങ്ങനെ നിൽക്കണ്. പോരെ പോരെ. മതിയല്ലേ? കുറച്ച് കൂടുതൽ. കൂബയിലുള്ള മക്കാര റിസോർട്ടിലാണ്. അടിപൊളി. തടാകം മൊത്തം ഐസായി കിടക്കണം, വേറെ ലെവല്. എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാട്ടോ. അപ്പോൾ പറഞ്ഞു വരുന്ന എല്ലാവരും അവസരം കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യണം. ചെറിയ പൈസ ഉള്ളൂ, വലിയ എമൗണ്ട് ഒന്നും അല്ല. നമ്മൾ ഒരു കൊല്ലത്തിൽ എന്തെല്ലാം ആവശ്യം, എന്തെല്ലാം പൈസ ചിലവാക്കണം. ഇങ്ങനത്തെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒന്ന് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ വേറെ തന്നെയാണ്. ഇത് സംശയമില്ല. അപ്പോൾ നമുക്ക് അവിടെ എവിടെയും പൈപ്പ് ഉണ്ടാക്കാം. ഹാർഡായി വരുന്നുണ്ട്.